നബിദിനാഘോഷം ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ കേരളക്കാർ അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 ആയാല്, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം പറഞ്ഞാല്, റബീഉൽ അവ്വൽ 30 ദിവസം, റബീഉൽ ആഖിറിലെ 10 ദിവസം, 40 ദിവസം മലബാർ ഏരിയയിലെ മിക്കവാറും പള്ളികളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ മൗലിദ് പാരായണം ഉണ്ടാവും. ഈ മൗലിദ് പാരായണം ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റും മൗലിദ് ശിർക്ക് തന്നെയാകുന്നു എന്ന പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യൻ ആയിക്കിട്ടായിട്ടുള്ള ഇടങ്ങേറ് ചില ആൾക്കാർക്ക്. ഞമ്മക്കാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണ് എന്ന ബോധത്തിന്റെ വലുപ്പം. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അസ്ലി എന്ന് പറഞ്ഞത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത താല്പര്യം, അത് നമ്മളെ വലിയൊരു പ്രത്യേകതയാണ്. ഇത് നിലനിർത്താൻ കഴിഞ്ഞാലേ ഈമാൻ നിലക്കുള്ളൂ. അബൂജാഹിലിന് എന്താ കുഴപ്പം? ലഅനത്തുല്ലാഹി അലൈഹി. അബൂജാഹിലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഞാൻ വന്നാള് കണ്ണൂർ ജില്ലന്റെ സദർ മുഅല്ലിം സംഗമത്തില് പ്രസംഗിച്ചപ്പോ എന്റെ ഒരു അനുഭവം പറഞ്ഞു. ഒരു ദിവസം വീട്ടില് ശരി, മൂപ്പരുടെ അനുഭവമൊക്കെ പറയാൻ പോകണം. നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ സലീം ഫൈസി, ഇദ്ദേഹം എന്തോ ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളാണ്. ഇദ്ദേഹം പറയുന്നത് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ ആണ് നിങ്ങളുടെ കുതൂഹലങ്ങൾ കൂടുതൽ നടക്കാറുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കേരളത്തിൽ ഈ നബിദിനം വലിയ ആഘോഷമായിട്ട് കൊണ്ടാടാറുണ്ട്. ഈ ലോകം എന്ന് പറഞ്ഞാൽ തന്നെ എത്ര രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ എത്രയോ ഒരു ചെറിയ ഒരു ഭാഗമാണ് ഇന്ത്യ മഹാരാജ്യത്തെ കേരളം എന്ന് പറയുന്ന, കേരളത്തിൽ മുഴുവനില്ല എന്നുള്ളത് മൂപ്പര് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനത്രേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. ഇവിടെ കേരളത്തിൽ മലബാർ ഏരിയയിൽ നബിദിനം എന്നുള്ള ആ ഒരു കാര്യം ആഘോഷിക്കപ്പെടാറുണ്ട് നന്നായിട്ട്. അവർ അത് ആഘോഷത്തിൻ്റെ രാവുകൾ, ആഘോഷത്തിൻ്റെ ദിനരാത്രങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകൾ ഇറങ്ങിയിട്ട് മൗലൂദ് ഷിർക്കാണെന്ന് പറയും എന്നുള്ളതാണ് മൂപ്പരുടെ ആക്ഷേപം. അതിനൊപ്പം മൂപ്പർ പറയുന്നത് എന്താണ്? മലബാറിൽ ഒട്ടുമിക്ക മസ്ജിദുകളിലും, ഖുറാഫി മസ്ജിദുകളിൽ കേട്ടോ, അള്ളാൻ്റെ പള്ളികളിൽ അത് ഉണ്ടാവാറില്ല, നിങ്ങളെ പള്ളികളിൽ ഉണ്ടാവലുണ്ട്. ഓക്കെ, ചില വീടുകളിലുമൊക്കെ മൗലൂദ് നടക്കാറുണ്ട്, അത് ഷിർക്കാണെന്ന് പറയുന്നു എന്നാണ്. ഈ ഷിർക്കാണ് അതിലുള്ളത് എന്നുള്ളത് ഇവർക്കും അറിയാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും അതിലൊരു സംശയം ഉണ്ടെങ്കിൽ ഇവർ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. അവർ വിശദീകരിക്കുമ്പോൾ അവർ ഷിർക്കാണെന്ന് പറഞ്ഞിട്ടൊന്നല്ല വിശദീകരിക്കുക. എന്തായാലും എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ ഇറങ്ങുക, ഞങ്ങൾ അസാധാരണ മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധാരണ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് വഹി ഉണ്ടായിരുന്നു. പ്രവാചകനായിരുന്നു, റസൂലായിരുന്നു. അതിനപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനിൽ നിന്ന് വിഭിന്നനായിട്ട് ഉണ്ട് എന്നല്ല അതിനർത്ഥം. അങ്ങനെ പാടിപ്പുകഴ്ത്താൻ വേണ്ടിയിട്ട് നിങ്ങളിത് പ്രചരിപ്പിക്കരുത്. സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള മരിച്ചുപോയ AP മുഹമ്മദ് മുസ്ലിയാരോ, ചെറിയ പി എന്ന് പറയുന്ന ആൾ പറഞ്ഞല്ലോ, അറബി കുഞ്ഞെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശക്കാരനാക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. റസൂലുള്ളാനെ സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് വിഭിന്നനാക്കുന്നത് റസൂലുള്ളാക്ക് വഹിയുണ്ട്. റസൂലുള്ള പ്രവാചകനാണ്. നമ്മൾ റസൂലുള്ള എന്നാണ് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ മുഹമ്മദ് എന്ന് പോലും അഭിസംബോധന ചെയ്യുന്നില്ല. നമ്മൾ റസൂലുള്ളാന്നോ അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാന്നോ മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അഭിസംബോധന ചെയ്യാറുള്ളത്. നമ്മൾ ദിനേന ആ പ്രവാചകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, സ്വലാത്ത് ചൊല്ലാറുണ്ട് ഇല്ലേ? അപ്പോൾ സാധാരണ ഒരു ആളായതുകൊണ്ടാണോ ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ട്? സാധാരണ ഒരാളായതുകൊണ്ടാണോ? അല്ല. എന്നാൽ നിങ്ങൾ അസാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്ത ആളുകൾ കരുതുക അത് ഈ ചില വിഭാഗമുണ്ട്, നസാറാക്കൾ. അവർ ത്രിത്വത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനാണ്
ഈസബിന് മറിയം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുന്ന ആ ഒരു കാര്യമാണ് മൊയ്ലിയരെ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റിസാലത്തുണ്ട്, റിസാലത്തുള്ള വേറെയും പ്രവാചകരുണ്ട്. എന്നാൽ അതിലെല്ലാം ഖാത്തിമുൽ അംബിയ സയ്യിദാണ്, നേതാവാണ്, അതിലൊന്നും സംശയമില്ല. എന്നാൽ ഒരു മനുഷ്യപ്രകൃതിയിൽ എന്തോ ഒരു പ്രത്യേകതയുള്ള അമാനുഷികനാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. മനുഷ്യ കഴിവിനപ്പുറമായിക്കൊണ്ട് പലതും അള്ളാഹുവിൻ്റെ അനുമതിയോടെ ചെയ്യുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു അല്ലേ? ഈസബിന് മറിയം ചെയ്ത മോചിതത്തുകൾ പലതും റസൂലുള്ളാഹി ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി ചെയ്ത മോചിതത്തുകൾ പലതും ഈസാ നബിയും ചെയ്തിട്ടില്ല. അപ്പോൾ ആ രൂപത്തിൽ താരതമ്യം ചെയ്യല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഒരു അമാനുഷികനായ അസാധാരണക്കാരനായ ഒരാളാണ് എന്നല്ല, മനുഷ്യരിൽപ്പെട്ട, മനുഷ്യരിൽ ജനിച്ച, മനുഷ്യർക്കിടയിൽ ജീവിച്ച, മനുഷ്യർക്കിടയിൽ വഫാത്താവുകയും ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയും ചെയ്ത, നാളെ പരലോകത്ത് ഈ ഉമ്മത്തിൻ്റെ മുഴുവൻ നേതാവായിട്ട് നിൽക്കുന്ന ഒരാളാണ് പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ആ അർത്ഥത്തിൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ ഈ മാല മൗലൂദുകൾ അല്ലെങ്കിൽ ഈ ഇവർ നബിദിനം പ്രമാണിച്ച് ചൊല്ലുന്ന മൗലൂദുകൾ അത് ഷിർക്കാണ് എന്ന് പറയുന്നു വഹാബികൾ എന്നാണല്ലോ പറയുന്നത്. വഹാബികൾ അങ്ങനെ പറയട്ടെ, അതിൽ ഷിർക്കുണ്ടോ ഷിർക്കില്ലേ എന്നുള്ളത് നിങ്ങൾ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്ന ഇവരുടെ ഇടയിൽ തന്നെയുള്ള ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു മുസ്ലിയാർ അത് വിശദീകരിക്കുന്നുണ്ട്. കേട്ടോക്കാം നമുക്ക്. പറയും മൗലിയാരെ. ആരോപണ വിഷയം അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം വഖ്തഖറ ബികൗനിഹി വാലിദാ വസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ വകാന ഫീ സുൽബി ഇബ്രാഹീം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസ്വാറ ലഹുബുഹാ മുഹമ്മദാ. ആദം നബി, അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള ഈ പ്രധാനപ്പെട്ട 2-3 പ്രവാചകന്മാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത സംഭവമാണ് ഈ പറയുന്നത്. ആ സംഭവം എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? നജീബ് മൊയ്ലിയരെ, പരിശുദ്ധ ഖുർആനിൽ ഈ 3 പ്രവാചകന്മാരുടെ കാര്യങ്ങളും സംബന്ധമായിക്കൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുൽ ചെയ്തു എന്ന് പറയുന്നത് അത് ഇവിടെയല്ല സഹോദരന്മാരെ, ആകാശലോകത്ത് അല്ലെങ്കിൽ സ്വർഗലോകത്ത് നടന്ന ആ ഒരു കാര്യം. ആകാശലോകത്ത് നിന്ന് ആദം നബിയെ സൃഷ്ടിക്കുകയും അതിനുശേഷം അവർ സ്വർഗത്തിൽ ജീവിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ അവർ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന കനി ഭക്ഷിച്ചു എന്നുള്ളതാണല്ലോ. എന്തോ അതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് നമ്മൾ പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ സംഭവിച്ചപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയ നിമിഷം അള്ളാഹുവോടാണ് അല്ലേ തെറ്റ് ചെയ്തതിനെക്കുറിച്ച് പറയുന്നതും മാപ്പപേക്ഷിക്കുന്നതും. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കപ്പലുണ്ടാക്കാൻ കൽപ്പിച്ചത് ആരാണ്? റസൂലുള്ളയല്ല. അവിടെ തവസ്സുൽ ചെയ്യാൻ അള്ളാഹുവാണ് കപ്പലുണ്ടാക്കാൻ കൽപ്പിച്ചത്. അതുപോലെ തന്നെ പ്രളയം അത് അള്ളാഹു ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഒരു സമയത്തും അതിൻ്റെ മുൻപും ശേഷമൊക്കെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുള്ളത് അള്ളാഹുവോടാണ്. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ട ആ ഒരു സന്ദർഭം, നമ്രൂദിൻ്റെ ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോഴും അവിടെ റസൂലുള്ളാഹിനോട് തവസ്സുൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഗൈബ് അറിയുന്ന ഒരു പ്രവാചകനായിക്കൊണ്ട് ഇവർ പറഞ്ഞ് കൊണ്ടുവരികയാണ്. അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് അവർക്ക് അറിയുക. അള്ളാഹു ഇവരെ അടുത്ത് മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഒരു പ്രവാചകനെ ഇവിടെ വരാനുണ്ട്, നിങ്ങളുടെ പരമ്പരയിൽ വരാനുണ്ട്, ആ പ്രവാചകനോട് നിങ്ങൾക്ക് ഇടങ്ങേറ് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കുക, തവസ്സുൽ ചെയ്യുക, ഇങ്ങനെ ഇടയാളനാക്കുക എന്നൊന്നും അള്ള പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കാര്യം എന്താ? അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു തവസ്സുലൊന്നുമല്ല, തവസ്സുൽ ഇല്ല എന്നല്ല, ആ ഇസ്തിഗ്ഫാറും തവസ്സുലും എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പല വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ മാല മൗലൂദുകളിലൂടെ പറയുന്നത് പ്രവാചകൻ കാരണമായിക്കൊണ്ട്, പ്രവാചകനോട് തേടിയത് കാരണമായിക്കൊണ്ട് അള്ളാഹു അവരെ രക്ഷിച്ചു എന്നുള്ളതാണ്. പടച്ച തമ്പുരാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയരുത് എന്ന് ചില ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. അള്ളാഹു സർവശക്തനായ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ അള്ള പറഞ്ഞതിനേക്കാട്ടിലും മേലെയാണോ നിങ്ങളെ മാലി മൗലൂദും? പരിശുദ്ധ ഖുർആനിലേക്കാട്ടിലും വലിയ സത്യമാണോ നിങ്ങളെ മാലിയിലും മൗലൂദിലുള്ളത്? ആണോ? അത് സ്വയം തിരിച്ചറിയുക. മൂപ്പര് കുറേ പറഞ്ഞിട്ട് കുറച്ചും കൂടി കേൾക്കാം നമുക്ക്. ആദം നബി തവസ്സുൽ ചെയ്ത ആളാണിത്.
ആ തവസ്സുൽ ചെയ്ത ആളുടെ വാപ്പ ഞാനായല്ലോ എന്ന നിലക്ക് ആദം നബി പത്രാസ് പ്രകടിപ്പിക്കുകയും ചെയ്തു. അതെവിടെ പറഞ്ഞിരിക്കണത്? നിങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇടരുത്. നിങ്ങൾ കയ്യുന്നിട്ട് ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ലാത്ത നിലക്ക് നിങ്ങൾ ഈ ഉമ്മത്തിനെ ആക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളപ്പം കൂടി അന്ധവിശ്വാസികളെ ആവുള്ളൂ. അത് മറ്റൊരു കാര്യം. കുബൂരികളെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. പാറി മൊയ്ലിയരെ, നൂഹ് നബി അലൈഹിസ്സലാമും തവസ്സുൽ ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് വ്യക്തമായിട്ടുണ്ട്. ആദം നബിയുടെ പ്രാർത്ഥന ഉണ്ട്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഉണ്ട്, നോഹ നബിയുടെ പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ സക്കരിയ നബിയുടെ പ്രാർത്ഥനയുണ്ട്, അതുപോലെ പല പല പ്രവാചകന്മാർ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുണ്ട് അല്ലേ, യാക്കൂബ് നബിയുടെ പ്രാർത്ഥന പോലെ പല പ്രാർത്ഥനകളും നമ്മൾ മൗലിയാക്കന്മാർ പ്രാർത്ഥിക്കുന്നതിൽ പല പ്രാർത്ഥനകളും ഖുർആനിലെ ആയത്തുകളിലുള്ളതാണ്. അത് ഓരോ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചാന്ന് പോലും വീട്ടുകൾക്ക് അറിയില്ല. എന്നിട്ട് ഇവിടെ പറയാണ് ഓലിക്ക് ഓലതായിട്ടുള്ള പ്രാർത്ഥന ഉണ്ട് എന്നും പറഞ്ഞിട്ട് അത് നമ്മളെ പഠിപ്പിക്കുക. ഇവിറ്റ് എന്താ ചെയ്യണത്? ഇവരൊക്കെ നമുക്കറിയാത്ത എവിടുന്നാണ് കിട്ടിയത്? ഓല കയ്യിൽ നിന്നിട്ട, പോക്കറ്റിൽ നിന്നിട്ട, കീശയിൽ നിന്നിട്ട, ബാഗിൽ നിന്നിട്ട കള്ളക്കഥകളുമായിട്ട് ആണ് ഇവരുടെ മൗലൂദുകളുള്ളത്. ഇത് ശിർക്ക് പ്രചരിപ്പിക്കലല്ലേ? ഇത് ഇല്ലാത്തത് പറയലല്ലേ? കള്ളക്കഥ പറയലല്ലേ? ഇതന്നെയാണ് വഹാബികൾ എന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ അത് എതിർത്ത് സംസാരിക്കാറില്ല. എന്തിനാ ഈ വഹാബികളെ നിങ്ങൾ ഇങ്ങനെ വളർത്തണത്? നിങ്ങൾ ഈ തോതിൽ പയച്ചും കൊണ്ടിരിക്കുമ്പോഴല്ലേ ഓല ആളുകളെ നന്നാക്കാൻ ഇറങ്ങണത്? പറയും. അങ്ങനെ ഹലാക്കിൽ നിന്നും നാശത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. ഇബ്രാഹിം നബിയുടെ മുതുകിലായിരുന്നു പിന്നീട് നബി. ഹീന ഉൽഖിയ ഫിന്നാർ, തീയിലിടപ്പെടുന്ന ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ മുതുകിൽ തങ്ങളുണ്ട്. അങ്ങനെ തീയിലിടുന്ന സമയത്ത് ഇബ്രാഹിം നബിയുടെ മുതുകിൽ തങ്ങൾ മാത്രമല്ലല്ലോ, ഈ ഇസ്മായിൽ നബി ഇല്ലേ അല്ലേ, ഇസ്ഹാഖ് നബി ഇല്ലേ, യാക്കൂബ് നബി ഇല്ലേ അല്ലേ, ഈസ നബി ഇല്ലേ? എന്താണ് മൗലിയരെ? ഇബ്രാഹിം നബിയുടെ പരമ്പരയിലൂടെയാണ് പിന്നീട് 2 ഭാഗങ്ങളായിട്ട്, അത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ പിന്നീട് ഒരു പ്രവാചകനാണ് ഉണ്ടാവുന്നത്, അത് മുഹമ്മദ് നബിയാണ്. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ മറ്റു പ്രവാചകന്മാരൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയണമല്ലേ? നിങ്ങൾക്ക് അറിയില്ല വെച്ചിട്ട് പറയും. അതുകൊണ്ട് ഇബ്രാഹിം രക്ഷപ്പെടേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് ഇബ്രാഹിം രക്ഷപ്പെടേണ്ടത് എന്തിനാണോ ആ തിരുവൊളിവിനെ വഹിച്ചിട്ടുള്ള പേടകമായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്താൻ തീയിനെ ശമിപ്പിച്ചു. അങ്ങനെ അതിൻ്റെ തീയ്, അതിൻ്റെ ആളിക്കത്തലൊക്കെ അടങ്ങി പൊലിഞ്ഞുപോയി. പൊന്നാരൻ്റെ മൗലിയരെ, നിങ്ങൾ എന്ത് മൗലിയരാണ് മൗലിയരെ? തീയിനോട്, ആളിക്കത്തുന്ന തീയിനോട് അള്ളാഹു പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ട് മുസാഫ് എടുത്തിട്ട് മറിച്ച് നോക്കിയും. നിങ്ങൾക്ക് ഇന്നേക്കാട്ടിലും അറബി അറിയാലോ, കിതാബ് തിരിയലോ, എന്നിട്ട് എന്തിനാ നിങ്ങൾ ഈ നോണ പറയണത്? തീയിനോട് പറഞ്ഞത് ബർദൻ സലാമൻ എന്നാണ്. എന്താണ് മൊയ്ലിയരെ അതിൻ്റെ അർത്ഥം? എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഒന്നും അറിയാത്തവനാണ് ഇവിടെ ഇരുന്നിട്ട് പറയണമെന്ന് പറഞ്ഞു. ഇങ്ങളെപ്പോലുള്ളവരെക്കാട്ടിലും പല കാര്യങ്ങളും എനിക്കറിയാമെന്നുള്ളതിൻ്റെ തെളിവാണിത്. നിങ്ങൾ പറയണത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദേഹത്ത് തീ പിടിക്കാതിരുന്നത്, കരിച്ചു കളയാതിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുൽ ചെയ്തത് കൊണ്ടാണെന്നാ. എന്നാൽ അള്ളാഹ് പറയണത് എന്താണെന്നറിയോ? ബർദൻ സലാമൻ, തീയെ നീ രക്ഷയാവുക, സമാധാനമാവുക അല്ലേ? അതല്ലേ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്? നിങ്ങൾക്ക് അള്ളാഹിനെക്കാട്ടിലും, അള്ളാഹ് പറഞ്ഞതിനെക്കാട്ടിലും മേലെയാണോ ഏതോ അയമ്പ് എഴുതി വെച്ച മാലിയും മൗലൂദും കുത്തുബൈത്തും കുത്രാത്തിബും? എന്താണ് മൂലിയക്കന്മാർ? എന്തിനാ നിങ്ങൾ ഈ കോലത്തിൽ ഈ ഉമ്മത്തിനെ പയപ്പിക്കണത്? കുറച്ചും കൂടി പറഞ്ഞാൽ നിങ്ങൾ വേറെ മൂല്യരെ. ഇതിപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല മദ്ഹ. ആദ്യം സൃഷ്ടിച്ചത് നബിയുടെ ഒളിവ്, പിന്നീട് അവസാനം പ്രപഞ്ച ലോകത്തേക്ക് കൊണ്ടുവരുന്നത് മുഖത്തോടുകൂടെയുള്ള, സുന്ദര മുഖത്തോടുകൂടെയുള്ള നബി. അങ്ങനത്തെ നബി, മനുഷ്യവർഗത്തിന്റെ പിതാവ് ആദം അലൈഹിസ്സലാം എന്ന ആദ്യ പിതാവ് തവസ്സുൽ ചെയ്തയാളാണ്. ഒരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യ മുർസലായ നൂഹ് നബി രക്ഷപ്പെട്ടത് അവിടുത്തെ സഹായം തേടിയതുകൊണ്ടും അവിടുത്തെ തവസ്സുൽ ചെയ്തതുകൊണ്ടുമാണ്. ഇവര് വിചാരം എന്താണെന്നറിയോ? ഈ പ്രളയം ഉണ്ടായത് നമ്മളെ 18-ലും ഒക്കെ 2018-ലൊക്കെ ഉണ്ടായ പോലെ അതൊരു പ്രകൃതി ദുരന്തമായിരുന്നു എന്നാ. എന്നിട്ട് കപ്പലിൽ കയറിയിട്ട് രക്ഷപ്പെട്ട കഥയാണോ? ഇനി വേറെന്ത്? എൻ്റെ പൊന്നാര ഹബീബേ, ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വഹിയുള്ള ആളാണ്. നിങ്ങൾ പറയാറുണ്ടല്ലോ ഈ സാധാരണം അസാധാരണം, അസാധാരണം സാധാരണം. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ, മുജാഹിദുകൾ പറയും നബിനെ സാധാരണക്കാരനാക്കി എന്ന് പറയാറുണ്ടല്ലോ. ഈ പ്രവാചകന്മാരൊക്കെ വഹിയുള്ളത് കൊണ്ട് അവർക്ക് ആ ഒരു അറിവുണ്ട്.
അവർ പിന്നീട് വേറെ ആരെങ്കിലും ചോദിക്കണോ? അവർക്ക് വഹിയുണ്ട്, അവർക്ക് അള്ളാഹുമായിട്ട് സമ്പർക്കം പുലർത്താൻ കഴിയും, അവരുടെ ദുആക്ക് ഉത്തരമുണ്ട്. ഇതൊക്കെ അറിയുന്നവരല്ലേ പ്രവാചകന്മാർ? നിങ്ങളെപ്പോലെ അയമോളാണോ? അല്ല. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന പ്രവാചകന്മാർ തവസ്സുലും ഇതെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്, ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ഇവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇവർക്ക് മയ്യത്ത് വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട്, ശവകുടീര വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി പറയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ തീ രക്ഷയായിട്ട് ഭവിച്ചത് ആരംഭ നബി മൂലമാകുന്നു. മാതി സഹോദരന്മാരെ, ഇതിന്നെ എത്ര കേട്ടിട്ടെന്താ? നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കുക, അതിൽ വളരെ വ്യക്തമായിട്ടുണ്ടാകും തീയിനോട് ബർദൻ സലാമൻ എന്ന് പറഞ്ഞത് തീയെ തണുപ്പാകുക, രക്ഷയാവുക, തണുപ്പ് നൽകുക, സമാധാനം നൽകുക. അങ്ങനെ പറഞ്ഞത് അള്ളാഹു ആണ്. അള്ളാഹ് പറഞ്ഞു എന്നാണ് അള്ളാഹ് പഠിപ്പിച്ചത് ഞങ്ങളെ. നിങ്ങൾ മാല മൗലൂദിലും നുണയും എഴുതി വെച്ചിട്ട് അത് നബിദിനാന്നും പറഞ്ഞിട്ട് പാടി കടന്നാൽ ഓല് കുറ്റം പറയില്ല. പിന്നെ ഓലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ നേരായാൽ മതിയേ. ഓല് നിങ്ങളെ കുറ്റം പറയില്ല കേട്ടില്ലേ? ഇൻഷാ അല്ലാഹ് ഇത് ഈ നബിദിനം മുഹറം കഴിഞ്ഞാൽ അടുത്ത കുതൂഹലം നബിദിനാണ്. നബിദിനം പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങനെ നീണ്ട് കിടക്കുകയാണ് ഇവരുടെ ബിദ്അത്തുകളായിട്ടുള്ള കാര്യങ്ങൾ. മറ്റു മതസ്ഥർക്കുള്ള ജയന്തി ആഘോഷങ്ങൾ പോലെ, ആചാരങ്ങൾ പോലെ, അനുഷ്ഠാനങ്ങൾ പോലെ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കാൻ നിങ്ങൾ ഇറങ്ങണില്ലേ? കഴിഞ്ഞ കൊല്ലം ആൾ കുറഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആഘോഷങ്ങൾ വർദ്ധിപ്പിക്കുക, ആൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യം ഇത് സത്യസന്ധമായിക്കൊണ്ട് പൊതുജന സമക്ഷത്തിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, സഹോദരന്മാരുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണമെന്ന വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.